നമ്മുടെ മർക്കസ് ത്വയ്ബ ദർസിന്റെ പ്രാരംഭവുമാണ്. ഈ പരിപാടിക്ക് ദുആക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സാദാത്തങ്ങളുടെ ജ്യേഷ്ഠൻ ഹുസൈൻ തങ്ങൾ കുക്കാതെ നേതൃത്വം വഹിക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് 10 മിനിറ്റിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലെത്തും. നമ്മുടെ ദർസിന് പ്രാരംഭം കുറിക്കും. ഈ വർഷം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2ാമത്തെ വർഷമാണ്. 80ഓളം മുതഅല്ലിമീങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു തആല ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ അവർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തങ്ങന്മാർ ഒരുപാടുണ്ട് ദ്വാരക്കാൻ. പക്ഷെ സാദാത്തങ്ങളുടെ ബാപ്പയുടെ സ്ഥാനത്താണ് ജ്യേഷ്ഠൻ. അങ്ങനെ ജ്യേഷ്ഠനെ കൊണ്ട് ദ്വാരപ്പിക്കണമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ എൻ്റെ കുടുംബത്തിൽപ്പെട്ട സാദാത്യങ്ങളെ, അതുപോലെ തന്നെ ഇവിടെ കൂടിയതായ പണ്ഡിതന്മാരായ ഉലമാ ശിരോമണികളെ, ഈ സദസ്സിനെ ഭംഗിയാക്കി തരുന്ന മുതഅല്ലിമീങ്ങളായ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, അല്ലാഹുവേ ഒരുമിച്ച് പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ അനിയനെ ഇവിടെ സ്ഥാപിച്ച സ്ഥാപന ആര്യമ്പലം ക്യാമ്പസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഇത് സദസ്സ് മരിച്ചുപോയ എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിലുണ്ടാക്കിയ, അതുപോലെ തന്നെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ പെട്ടന ഞങ്ങളെ അനിയന്മാരെ പെങ്ങന്മാരെല്ലാം നല്ലോണം സ്നേഹിച്ച ഞങ്ങളെ മൂത്ത പെങ്ങൾ സുബൈദ ബീവി എന്ന് പറയുന്ന മഹദി വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു പെങ്ങളെ ഖബറുല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഒന്നും പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ഞങ്ങളെ വാപ്പ പോയി ആജിമലങ്കിൽ എന്ന് പറയുന്ന മഹാനായ ദർബാറിന്റെ 40 മരിക്കുമ്പോൾ 40 വർഷത്തിന് മുമ്പ് കയറി. അന്ന് വെളിച്ചമില്ല, ഭയങ്കര കാടായി ആ കാട് പ്രദേശത്തിൽ ജീവിച്ച് പകല് മുഴുവനും കാട്ടിൽ താമസിച്ച് രാത്രി 11 മണിന്റെ ശേഷം ആ ദർബാറിൽ വന്ന് അവിടെ 2 ഈ കാണുന്ന എന്നറിയപ്പെടുന്ന ആൺമക്കളിലുള്ള 2 മക്കള് പേരറിയപ്പെടുന്ന സാദാത്തും ഞാനും, അതുപോലെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് അറിയിച്ചു തന്ന വാപ്പയാണ് മഹാനായ സയ്യിദ് ശംസുദ്ദീൻ പൂക്കുഞ്ഞി ബാലബി തങ്ങൾ. അല്ലാഹു കൊടുത്ത ഖബർ പ്രകാശിക്കുമാറാവട്ടെ. ആ മഹാനെന്ന് രാത്രി 11 മണിന്റെ ശേഷം ആ ദർബാറിൽ പോയിട്ട് ദുആയിരുന്നത് തന്റെയും തന്റെ മക്കളെ ആക്കിബത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എൻ്റെ മക്കളെ അല്ലാഹുവേ, ഈ മഹാന്റെ ബർക്കത്തിൽ എൻ്റെ മക്കളെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ഇൽമ കൊണ്ടല്ല, ഞങ്ങൾക്കുള്ള ഒരു പവർ കണ്ടല്ല ഇന്ന് എൻ്റെ അനിയനും എന്നെയും അറിയപ്പെടുന്നത് ആ വാപ്പാന്റെയും ആ ഉമ്മാന്റെ അന്നത്തെ ദുആണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അതാണ് ഇന്ന് ഈ സദസ്സിനെ ഇത്ര ഭംഗിയാക്കാനും ഈ സദസ്സ് ഇവിടെ ഈ എൻ്റെ അനിയന്റെ സാദാത്തിന് അറിയപ്പെടുന്നു, അതുപോലെ എന്നെ കുക്കാജ തങ്ങളെന്ന് അറിയപ്പെടുന്നു. ഈ ബാലബി കബീലനെ അറിയപ്പെടാനുള്ള ഒരു അല്ലാഹു ഒരു ഇതാക്കി തന്ന ആ വാപ്പാന്റെ ഫവറാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഉമ്മയും ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച ഉമ്മയാണ് രാത്രിയും പകലും. എൻ്റെ മക്കളെ നീ നന്നാക്കണമെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ജമലൈലി തങ്ങൾ മഹാനവറിൽ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദുമുണ്ട്, ബഹുമാനപ്പെട്ട അബൂ സാലിഫ് മദനി. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ അനിയൻ ഉസ്താദ് ബഹുമാനപ്പെട്ട താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദ്, അല്ലാഹു കൊടുത്ത ഖബർ പ്രകാശിപ്പിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എൻ്റെ അനിയൻ സാദാത്ത്.
അപ്പൊ അവരെ പൊരുത്തയും ഉസ്താദിന്റെയും ഒരു മനുഷ്യനിക്ക് ആദ്യം കിട്ടുന്നത് വാപ്പാന്റെ ഉമ്മാന്റെയും പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തം കൊണ്ടാണ് അവൻ ദുനിയാവും ആഖിറവും നേടുന്നത്. ഇന്ന് ഈ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ ഞങ്ങളൊരു ഭാഗ്യമാണ്. ഞങ്ങളെ വാപ്പ ഉമ്മക്ക് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നത്. അള്ളാഹു ഈ ദ്വാ നിലനിർത്തി തരുമാറാകട്ടെ. ഇത്ര വളർത്തിച്ചുകൊണ്ട് ഈ സദസ്സിൽ കൂടിയ എല്ലാവർക്കും എന്റെ വാപ്പാന്റെ ഉമ്മാന്റെ പേരിൽ വന്ന് ഇവിടെ നിങ്ങൾ ഓതിയ ഖത്മുൽ ഖുർആൻ, സലാത്ത്, ദിക്ർ, മജ്ലിസുകൾ അല്ലാഹു ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിലേക്കും ആ പെങ്ങളെ ഖബറിലേക്കും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഉസ്താദന്മാരെ നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചവരെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأهل بيت سيدنا ومولانا محمد. اللهم نبي الثقلين سيد الحرمين إمام القبلتين وسيلتنا في الدارين. اللهم بلا حضرة سلسلة النبي صلى الله عليه وسلم اللهم آته الوسيلة والفضيلة ودرجة العالية الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يا رب العالمين. اللهم ارزقنا زيارة الحرمين الشريفين وشفاعته سيد الكونين. اللهم اجعل سبب قراءتنا وبركة دعائنا واستغفارنا وصلواتنا وصدقاتنا لمن اجتمعنا هنا بسببه، وانت تعلم منا اسمه وتلونا القرآن العظيم لأجله. ارحم اللهم مصواه بالنوابل الرحمة سراه، ورحم يا رب غربتهم وعانس وعشتهم وآمن روحتهم ونفس كربتهم ونبر معلتهم وارفع درجتهم ولنا ولهم ولنا وبهم عافية. اللهم يسر لنا أمورنا وحرعة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا واغفر لنا يا رب العالمين. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا، أوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وارحمنا وإياهم بأنواع رحمتك الواسعة في الدين والدنيا والآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل قبرنا وقبورهم روضة من رياض الجنة، ولا تجعل قبورنا وقبورهم مفرطا من نفر النيران. اللهم واحل درجاتهم في الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.